ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ 2 ദിവസമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ കോമരത്തിൻ്റെ ഇപ്പോൾ വൈറൽ കോമരയില്ലേ, കോമരത്തിൻ്റെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടി വന്നിരിക്കുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യമാണോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെയാണ് കമൻറ്റ് കണ്ടു. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. കാരണം എന്നാണെന്നറിയോ, എനിക്ക് പഴയൊരു കാലം, എൻ്റെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു. എന്താണെന്നറിയാം, എനിക്കറിയോ, ഞങ്ങളുടെ കുടുംബം പണ്ട് ഭയങ്കര കൊടുങ്ങല്ലൂർ ഭക്തരായിരുന്നു. അപ്പം ഞങ്ങൾ മീനഭരണിക്കല്ല പോകുന്നത്, ഇത് മീനഭരണിക്ക് പോകുമ്പോഴുണ്ട് തന്നെ ഞങ്ങൾ മകരഭരണിക്കാണ് പോകുന്നത്. മകരഭരണിക്ക് നമ്മൾ ഈ ശബരിമലയ്ക്ക് കെട്ടെടുത്ത് പോകുന്നത് പോലെ പോകുന്നത്. 101 കുളി, 51 ദിവസം കറക്റ്റ് നോയമ്പും. അപ്പം നമുക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, വേറെ ചിന്തകളൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇനി വിശ്വസിക്കുകയില്ലെന്ന് അറിയത്തില്ല. അപ്പം ആ അമ്മയുടെ അനുഗ്രഹം വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു നിമിഷം നമ്മൾക്കൊന്നും അറിയത്തില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ചുറ്റിലും ഉള്ളതെല്ലാം കാണുകയും ചെയ്യാം, അറിയുകയും ചെയ്യാം, ആരൊക്കെ നിൽക്കുന്നു, എന്തൊക്കെയാണ് എല്ലാം അറിയാം. പക്ഷെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും, കൺട്രോൾ പോവും, നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവും. പിന്നെ സംസാരിക്കുന്നതും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കുകയില്ല നമുക്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ അമ്മയോ അച്ഛനോ അവരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ആ സമയങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫേക്കാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും. പിന്നെ ഇപ്പം കണ്ടിരിക്കുന്നവർക്കും ഇവർക്ക് വേറെ എന്തോ ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൺട്രോള് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ചിലപ്പം അമ്മയാണോ അതോ നമ്മളിലുള്ള എന്തെങ്കിലും എന്തോ ഒരിത് ആ സമയത്തുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം അതല്ലേ എല്ലാം. പിന്നെ അന്നത്തെ ആ യാമിനി ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും അത്ഭുതമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും